നമസ്കാരം. കലോത്സവത്തിനിടെ പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന കേസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസെടുത്തത് കടുത്ത ചാനൽ മത്സരം മുറുകവെ. സ്കൂൾ കലോത്സവത്തിൽ റേറ്റിംഗ് കൂട്ടാൻ നടത്തിയ അഭ്യാസങ്ങളാണ് തുടർച്ചയായ ഇപ്പോഴത്തെ കേസും. റിപ്പോർട്ടർ ചാനൽ വന്നതിനു ശേഷം ചാനൽ സംസ്കാരത്തിൽ കാര്യമായ മാറ്റം വന്നെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ അടക്കം ഒന്നാം പ്രതിയായ കേസുണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടർ ഷഹബാസാണ് രണ്ടാം പ്രതി. കണ്ടാലറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയായും ചേർത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ അവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. അരുണിനെതിരെ പോക്സോ വകുപ്പിലെ 11, 12 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചാനലിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ശക്തമായി ഉയർന്നിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ആത്മാഭിമാനം കളങ്കപ്പെടുത്തുന്ന വിധം വാർത്തയും ചർച്ചയും തയ്യാറാക്കി എന്നാണ് FIRൽ പറയുന്നത്. സംഭവത്തിൽ നേരത്തെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർത്ഥ പ്രയോഗം. കലോത്സവത്തിലെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം. മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോട് സംസാരിക്കുന്നത് നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. അകമ്പടിയായി ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ പശ്ചാത്തല സംഗീതവും ഉണ്ടായിരുന്നു. തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്തിരുന്നു. സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ അരുൺകുമാർ റിപ്പോർട്ടറോട് വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സംഭാഷണങ്ങളും റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്തിരുന്നു. കലാമേളകളിൽ പങ്കെടുക്കാൻ വരുന്ന കുഞ്ഞുകുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിൽ റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തത് മോശം പ്രവൃത്തിയാണെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി. നിരവധി മുതിർന്ന മാധ്യമപ്രവർത്തകരും വിമർശനത്തെ ശരിവെച്ചു. പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള സ്റ്റോറിയാണ് ചാനൽ ചെയ്തിരിക്കുന്നതെന്ന വിമർശനമാണ് ഉയർന്നത്. അതേസമയം കേസെടുത്തതിന് പിന്നാലെ റിപ്പോർട്ടർ ചാനലിനെതിരെ വിമർശനവുമായി PP ദിവ്യ രംഗത്തെത്തി. സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചേർന്ന പെൺമക്കളോട് പോലും കമന്റ് അടിച്ച് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമം എന്ത് മാധ്യമധർമ്മമാണെന്ന ചോദ്യമാണ് നവീൻ ബാബു കേസിലെ പ്രതിയായ ദിവ്യ ചോദിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും കണ്ടില്ലെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ദിവ്യയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: റിപ്പോർട്ടർ ചാനലിലെ 3 മാധ്യമപ്രവർത്തകർക്കെതിരെ പോക്സോ കേസെടുത്തിരിക്കുന്നു. ബ്രേക്കിംഗ് ഒന്നും കണ്ടില്ല. സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചേർന്ന പെൺമക്കളോട് പോലും കമന്റ് അടിച്ച് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമം എന്ത് മാധ്യമധർമ്മമാണ്? തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പിന്നെ ഇനി എങ്ങനെയാണ്? കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ എന്തേ മാറി നിൽക്കുന്നതല്ലേ അതിൻ്റെ ധാർമ്മികത? അല്ല, ധാർമ്മികത കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ വേണ്ടതുള്ളൂ എന്നാണോ? സ്റ്റേഷനിൽ പോകുമ്പോഴും വരുമ്പോഴും ലൈവ് ഇടാൻ മറക്കരുത്. ആടിനെ പട്ടിയാക്കുന്ന പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഗീബൽസൻ കോട്ടിയുടെ അഭിനവ ചാനൽ ജഡ്ജിമാരുടെ അവതരണ റിപ്പോർട്ടിംഗ് പ്രതീക്ഷിക്കുന്നു. അപാരമായ കഴിവുള്ള അവതാരക സിംഹങ്ങൾ കുറെ അവിടെയുണ്ടല്ലോ. നിയമത്തിന്റെ വഴിക്ക് പോകണം എന്നത് ശരി. എന്നാൽ കുറ്റവും ശിക്ഷയും വിധിക്കുന്നത് ചില ചാനൽ ജഡ്ജിമാർ. ഒരു മൈക്കും ക്യാമറയും ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന കാലം കഴിഞ്ഞു. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. അവർ തീരുമാനിക്കും ശരിയും തെറ്റും എന്ന് പറഞ്ഞാണ് ദിവ്യ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.